ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ചാനൽ തുറന്നാൽ രാഹുൽ മാങ്കുട്ടം ചാനൽ മീഡിയ ടി വി ഓൺ ചെയ്യാൻ പറ്റില്ല, യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണമായ കൗമുദി ചാനലിൽ യുവനടി ആദ്യം കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. അത് തന്നെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അതാണ് ഇതിൻ്റെ മെയിൻ കാരണം. ഫസ്റ്റായിട്ട് ഇത് എങ്ങനെയാണ് ഇത് പുറത്ത് വന്നത്, എന്താണ് വരാനുള്ള കാരണം എന്ന് ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് കണ്ടു നോക്കിയാൽ ആ കുട്ടി കാഷ്വലായിട്ട് പറഞ്ഞാൽ യുവനടി പറയുന്നുണ്ടല്ലോ, കാഷ്വലായിട്ട് വേറൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് വന്ന ഇൻ്റർവ്യൂ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഇത്തരത്തിലൊരു യുവ നേതാവിൻ്റെ അടുത്ത് നിന്ന് വളരെ മോശമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, മോശമായ അപ്രോച്ചസ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, റീസെൻ്റ്ലി ചില വീഡിയോസൊക്കെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഈ വിഷയത്തിൽ നമ്മൾ പലരോടും ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പല മാന്യ അദ്ദേഹങ്ങളും യഥാർത്ഥത്തിൽ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ളവരാണ്. ഈ പറയുന്ന ആളുകൾക്ക് നമ്മളിത് പറഞ്ഞതിന് ശേഷവും വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു വിഷയം ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം നിൽക്കുന്ന ഒരു വിഷയമാണ്, കറൻ്റ് നിൽക്കുന്ന ഒരു വിഷയവും കൂടിയാണ്, അറിയാലോ. എന്നിട്ടും ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് തിരസ്കരിക്കുകയാണ്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനൊന്നും ഒരു ഇതും കൊടുക്കുന്നില്ല. ഈവൺ അവരെ പോലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നിട്ട് പോലും. അതാണ് ഹൂ കെയേഴ്സ്. ഇതാണ് ഫസ്റ്റായിട്ട് യുവനടി റിനി ആൻഡ് ജോർജ് ഫസ്റ്റായിട്ട് വന്ന ഇൻ്റർവ്യൂവിൽ കൗമുദിയിൽ കൊടുത്തത് കുറച്ച് ദിവസം മുൻപ്. അതിനുശേഷം അത് മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിനെ അടക്കം കുറ്റം പറഞ്ഞിട്ടാണ് കൊടുത്തത്, ആരും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എല്ലാവരും ഇടപെട്ടപ്പോൾ കേരളം കത്തിയില്ല, രാഹുൽ കത്തി. അതിപ്പോൾ ഇവിടം വരെ എത്തി, വരിയായിട്ട് വന്നു. പക്ഷേ ഇതിൽ എല്ലാം സത്യമാണ് എന്ന് എനിക്ക് ഒരു യോജിപ്പുമില്ല. കാരണം മൊത്തം 5 പേര് ഇന്നലെ വരെ 5 പേര് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിൽ 5 പേര് വന്നിട്ടുണ്ട്. ഇനി അതിൽ കൂടുതലുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്, അതറിയില്ല. 5 പേരുടെ ഓഡിയോ 5 പേരുടെ ഓഡിയോ ഇല്ല, 2 ആളുടെ ഓഡിയോ ഉണ്ട്, ബാക്കി 3 പേര് വന്നിട്ടുണ്ട്. ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ യുവനടി, പിന്നെ ഹണി ഭാസ്കർ എന്ന പ്രവാസി എഴുത്തുകാരി, പിന്നെ അത് സഖാവാണ് കേട്ടോ, സഖാത്തിയാണ് അതൊന്ന് പറയണം. പിന്നെ അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ ലേഡി, അത് പക്ക BJP-കാരി. പിന്നെ 2 ശബ്ദം മാത്രമേ ഉള്ളൂ. ഇതൊന്നും കംപ്ലൈൻ്റ് ഇല്ലാട്ടെ, പോലീസുകാർക്ക് ആർക്കും FIR ഇടാനോ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനോ ആർക്കും താല്പര്യമില്ല. മീഡിയയിൽ വന്നിട്ട് നാറ്റിക്കുക എന്ന കാരണം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സ്ത്രീകൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ ഇഷ്ടംപോലെ ആളുകൾ വരുമല്ലോ, അതിന് വേണ്ടി നാറ്റിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്നും നമ്മൾ സത്യമല്ലെന്ന് പറയുന്നില്ല. പക്ഷേ റിനി ആൻഡ് ജോർജിന് എന്താ സംഭവിച്ചത് എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് ആകെ പറയുന്നത് വേറെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ബാക്കിയുള്ളവർക്ക് സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവർ മുന്നോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് എന്നാണ് റിനി ആൻഡ് ജോർജ് പറയുന്നത്. ഒന്ന് കേട്ടെ. വളരെ നീതിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ മെസ്സേജ് ചെയ്ത് എത്ര മാസം മുമ്പായിരുന്നു? 3.5 വർഷം മുമ്പ്. ഇത് നേതാക്കന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? നമ്മൾ പരിഹരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. ജനപ്രതിനിധിയായതും അതിനുശേഷമാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അയാൾ കാരണം ഞാൻ പീഡനമൊന്നും അനുഭവിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു, അത്രയേ ഉള്ളൂ. അയാൾ കാരണം പീഡനം അനുഭവിച്ച പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയണം. എനിക്ക് യുവനടിക്ക് ഇതേ ഉള്ളൂ, അയാൾ കാരണം പീഡനം അനുഭവിച്ചിട്ട് മുന്നോട്ട് വന്ന് വരണം, അല്ലാതെ എന്നെ പീഡിപ്പിച്ചിട്ടില്ല. 3.5 വർഷം മുൻപാണ് കേട്ടോ. ഈ പറയുന്ന യുവനടിക്കായാലും ആർക്കായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയക്കുമ്പോൾ ടെലിഗ്രാമിലാണേലും മെസ്സഞ്ചറിലാണേലും
പിന്നെ പിന്നെ വാട്സപ്പിലാണെങ്കിലും അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് അല്ലേ? അപ്പോൾ ബ്ലോക്ക് ചെയ്യാമായിരുന്നു, ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലം വരെയും ചാറ്റിങ്ങും കോളിങ്ങും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരുടെ മിസ്റ്റേക്കാണ്? ഫുള്ളും രാഹുലിൻ്റെ മാത്രം മിസ്റ്റേക്കാണോ? അല്ല. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് മുൻഗണന കൊടുത്തിട്ട് അങ്ങനെ എടുത്ത് മാധ്യമങ്ങൾ അതിനെ പിന്നെ ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുന്നുണ്ടല്ലോ. ഈ സമൂഹത്തിൽ നല്ല സ്ത്രീകളുണ്ട്, മോശം സ്ത്രീകളുണ്ട്. ഈ പറഞ്ഞവരും മോശം സ്ത്രീ എന്നല്ല പറയുന്നത്. ഇപ്പോഴത്തെ സ്ത്രീകൾ പറയുന്നത് അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് വരുന്നത് ഈ ഒരു കുടുംബത്തിലെ എല്ലാം ഇല്ലാതാക്കിയ എല്ലാവരെയും വിഷം കൊടുത്ത് കൊന്ന ജോളിയും സ്ത്രീയാണ്, സൈനൈഡ് ജോളിയും സ്ത്രീയാണ്, കഷായം ഗ്രീഷ്മിയും സ്ത്രീയാണ്, വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടി കാമുവിനെ ഇല്ലാതാക്കിയ കഷായ ഗ്രീഷ്മിയും സ്ത്രീയാണ്. പിന്നെ ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്ത് ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വന്ന സരിത എസ് നായരും സ്ത്രീയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരൊക്കെ സ്ത്രീയാണ്. നിവിൻ പോളിയെ ഒന്നുമില്ലാതെ നിവിൻ പോളിയെ ചുമ്മാ കേസിൽ കൊടുക്കാൻ വേണ്ടി നോക്കിയ അവരും ഒരു സ്ത്രീയാണ്. നിവിൻ പോളി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം നിവിൻ പോളി ആ സമയത്ത് വിദേശത്ത് പോയിട്ടില്ല എന്നും ഇവിടെ ഫോറം മാളിൽ ഷൂട്ടിങ്ങിലുണ്ട് എന്നും CCTV ഉള്ളത് കൊണ്ട് മാത്രമാണ് നിവിൻ പോളി രക്ഷപ്പെട്ടത്. വിജയ് ബാബുവിന് കൊടുക്കാൻ നോക്കിയത് ഒരു സ്ത്രീയാണ്. സിനിമയ്ക്ക് ചാൻസിന് വേണ്ടിയിട്ട് പുറകിൽ നടന്നിട്ട് വിജയ് ബാബുവിൻ്റെ കൂടെ എല്ലാം പരസ്പര സമ്മതത്തോടെ എല്ലാം റൂമെടുത്ത് എല്ലാവിടെയും പോയി ചുറ്റാൻ പോയി എല്ലാം കഴിഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അടുത്ത സിനിമയിൽ ചാൻസ് കൊടുക്കാതായപ്പോൾ കേസ് കൊടുത്ത വിജയ് ബാബുവിന് കൊടുക്കാൻ നോക്കിയവരും സ്ത്രീയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിനെ ഇങ്ങനെ എങ്ങോട്ട് ഉപദ്രവിക്കുന്നതും പിന്നെ ജാമ്യം പിന്നെ വല്ല കേസിനോ എന്തെങ്കിലും FIR ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നു, എല്ലാവരും പറയുന്നതൊക്കെ. പക്ഷേ ഇതങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേസില്ല, ആർക്കും പരാതിയില്ല. പോലീസ് സ്റ്റേഷനിലെ FIR ഇടാനോ പരാതിയോ ഇല്ല. ഏതായാലും എറണാകുളത്തെ ഗർഭചിത്രം നടത്തി പിന്നെ അത് അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഏതോ ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു കേസുമില്ല. അത് മാത്രം ഒരു ജെനുവിനായിട്ട് കേസ് തോന്നുന്നുണ്ട്. ആ ഓഡിയോ വന്നത്, അതും ഓഡിയോ വന്നതും മുന്നും പിന്നും നമുക്കറിയില്ല. ലവേഴ്സ് ആകുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോഴും എന്തൊക്കെ സംസാരിച്ചു ഏതൊക്കെ സംസാരിച്ചു എന്ന് അതിൻ്റെ മുൻപും പിൻപും നമ്മൾ കേൾക്കുന്നില്ല. ആര് 30 സെക്കൻഡിനെ 30 പ്രാവശ്യം ഇട്ട് കേൾപ്പിച്ചു. 30 പ്രാവശ്യം ഇട്ട് കേൾപ്പിച്ചാൽ സത്യം പിന്നെ കള്ളങ്ങൾ ഒരിക്കലും ഇതായി മാറില്ല, സത്യമായി മാറില്ല. അതിലുണ്ടാവുമായിരിക്കും. എന്നാലും അതല്ലാതെ വേറൊരു ലേഡി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഹണി ഭാസ്കർ എന്ന യുവ എഴുത്തുകാരി, പ്രവാസി എഴുത്തുകാരി, സഖാവ്. അവരുടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് കാണാം. വലിയ കംപ്ലൈൻറ്റാണ് കേട്ടോ, ഇതൊക്കെ വലിയ കംപ്ലൈൻറ്റാണ്. ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു എന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്നത് ആള്. പുള്ളി അതിനെ കണക്കാക്കുന്നത് വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുക്കളിൽ പെട്ടവർക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പം യൂത്ത് കോൺഗ്രസിലെ പ്രധാന പ്രശ്നമായിട്ട് ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം, ഷാഫി പറമ്പിലിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ്. ഷാഫിയുടെ പേര് ചേർക്കാതെ എഴുതരുത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൃത്യമായിട്ട് സൂചനയല്ല, ഇത് നിങ്ങളുടെ അനുഭവമായതുകൊണ്ട് നിങ്ങൾ രാഹുലിന്റെ പേര് വെക്കണം, ഷാഫിയുടെ പേര് നിർബന്ധമായിട്ടും വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവർക്കുള്ള കംപ്ലൈൻറ്റ്. ഇവരെ പീഡിപ്പിച്ചിട്ടില്ല, ഇവരോട് പഞ്ചാര വർത്താനം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരെ ആകെ വിളിച്ചത് 3-4 മാസം മുൻപ് ഇവർ ട്രിപ്പൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ശ്രീലങ്കയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എങ്ങനെയാണ് ഫോർമാലിറ്റി കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടി വിളിച്ച് സംസാരിച്ച ശേഷം അവരോട് ചാറ്റ് ചെയ്ത് ആ ചാറ്റിങ് ക്ലോസ് ചെയ്ത ശേഷം അടുത്ത ദിവസം വീണ്ടും ചാറ്റ് ചെയ്തു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അത് വേണ്ട, അത് പിന്നെ മെസ്സേജ് ഒന്നും അയച്ചില്ല. അങ്ങനെ അതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ അവരുടെ കൂടെ ഉള്ള ആരോടോ ഇതുപോലെ സംസാരിച്ചു. ഞാനിങ്ങനെ
പിന്നെ നമ്മുടെ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെയുള്ള പെൺകുട്ടികളോട് പോലും വളയ്ക്കാനുള്ള കഴിവുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആൾ വന്ന് കേസ് കൊടുത്തിരിക്കുന്നത്. കേസല്ല, മീഡിയയിൽ മുന്നേ വന്ന് നാട്ടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എനിക്കറിയില്ല, ഇതൊരു വലിയൊരു ഒഫൻസായി വലിയൊരു ക്രിമിനൽ കുറ്റമായിട്ടാണ് മീഡിയക്കാർ ഇതിനേക്ക് എടുത്തിട്ട് ആഘോഷിക്കുന്നത്. അത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നുള്ളൂ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലൊരു കാര്യം കൂടി മനസ്സിലാക്കണം. നിങ്ങളൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പഞ്ചാരയടി ഒന്ന് കുറയ്ക്കുക. പിന്നെ നിങ്ങളുടെ തട്ടകത്തിൽ തന്നെ നിങ്ങൾക്കുള്ള ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അതാദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക. അതൊന്നും പെരുമാറാതെ ഇങ്ങനെ വരുന്നവരും പോണവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ചാറ്റിങ്ങും കോളിങ്ങും ആയിട്ട് ഇരുന്നാൽ ഷാഫിക്ക് നിങ്ങളെ ഇവിടെ പാലക്കാട് കൊണ്ടുവന്നേ. ആളുടെ പേര് വില പോലും വിലയില്ലാതാക്കരുത്. അത്രേ ഞാൻ എന്നെപ്പോലുള്ളവർക്ക് പറയാനുള്ളൂ. ഇനി അടുത്തൊരു മൂന്നാമതൊരാൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ട്രാൻസ്ജെൻഡർ യുവതി. അവർ വന്നത് അതാണ് ഏറ്റവും കൂടുതൽ വലിയ ഒഫൻസായിട്ട് കാണുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കും കംപ്ലൈൻറ്റ് കൊടുക്കണ്ട. ട്രാൻസ്ജെൻഡർ യുവതി പക്ക BJP-ക്കാരി, BJP-യിൽ പ്രവർത്തിക്കുന്ന ആളാണ് കേട്ടോ. സുഹൃത്തുക്കളായിരുന്നു. മാത്രമല്ല കുറച്ച് നാളുകളായിട്ട് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ദാരിദ്ര്യം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളും ലൈംഗിക വൈകൃതം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അയാൾ എന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും പോകാമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല നിന്നെ റേപ്പ് ചെയ്യണം, എനിക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് വന്നിട്ടുള്ള അയാളുടെ ഭാഗത്തു നിന്ന്. അവന്തിക അപ്പോൾ ഇതാണ് പാലക്കാട് ട്രാൻസ്ജെൻഡർ യുവതി ചെയ്ത പരിപാടി. അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി ഇത്രയും വൈകൃതം പിടിച്ച ആളാണെന്ന് നമുക്ക് തോന്നുന്നില്ല, കണ്ടാലും പറയില്ല. ഇത്രയും ലൈംഗിക വൈകൃതം പിടിച്ച ഒരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് വ്യക്തമായ ഉറപ്പാണ് ഇത് രാഹുലിനെ പൂട്ടാനുള്ള പരിപാടിയാണ്. ഇത് രാഹുലിനെ എന്നല്ല, കോൺഗ്രസിനെ പാലക്കാട് ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. കാരണം അത് നിയമസഭാ ഇലക്ഷൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. മുനിസിപ്പാലിറ്റി 2 പ്രാവശ്യമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP-യാണ്. ഈ പ്രാവശ്യം അത് പോവും എന്ന് ഒരു 80% പോവുമെന്നൊരു തോന്നലുണ്ട്. കാരണം ബൈ ഇലക്ഷന് പോലും ഇവരുടെ കോട്ടയായ RSS BJP കോട്ടയായ മൂത്താന്തറയിൽ പോലും വോട്ടിംഗ് പേഴ്സൻറ്റേജ് കുറഞ്ഞു. അവിടെ പോലും രാഹുലിനാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനുകൂടി ഒരു തട്ടാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിനും കൂടി ഒരു തട്ടാണെന്ന് എൻ്റെ കുഞ്ഞു കോൺഗ്രസ്സുകാരാ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ രാഹുലിനെ പിടിച്ചിട്ട് സ്വന്തം തട്ടകത്തിൽ നിന്ന് സ്വന്തം പാർട്ടിയിൽ നിന്നിട്ട് തന്നെ കുത്തല്ലേ. കാരണം ഇത് ആർക്കാണ് മനസ്സിലാവാത്തത്? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാകാത്ത പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനർത്ഥം രാഹുലിനെ ന്യായീകരിക്കും. രാഹുലിൽ തെറ്റുണ്ട് ഇല്ലെന്നല്ല, പഞ്ചാര കുഞ്ചനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, ഒന്ന് പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിന് ഇവര് 8-9 മാസമായി. ആദ്യത്തെ ലേഡി 3.5 വർഷം മുൻപ് മെസ്സേജ് അയച്ച കാര്യമാണ് പറയുന്നത്. 3.5 വർഷമാണ് ആദ്യമായിട്ട് മെസ്സേജ് അയച്ച റിനി ആൻഡ് ജെറി യുവനടി പറയുന്നത് 3.5 വർഷം മുൻപ് അയച്ച മെസ്സേജാണ്. പിന്നെ ഹണി ഭാസ്കർ പറയുന്നത് കുറച്ച് കാലം മുൻപാണ്, ജൂണിലോ മറ്റാണ് എന്ന് തോന്നുന്നു. ഇവർ ഈ ട്രാൻസ്ജെൻഡർ യുവതി വന്നിട്ട് 10 മാസമായി എന്നാണ് പറഞ്ഞത് പരിചയപ്പെട്ടിട്ട്. അപ്പോൾ ഇത്രയും പേരിനെ ഇങ്ങനെ ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം ഇത് ഒരിക്കലും ആലോചിക്കാതെ ഇവർ വന്നതല്ല. ഒരാൾ വന്നാൽ ബാക്കി ഇങ്ങനെ സ്കൂൾ വിട്ട പോലെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തുനിഞ്ഞിറങ്ങിയിട്ട് അങ്ങോട്ട് ലോക്കാക്കിയതാണ്. മനസ്സിലായില്ലേ? പിന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് അതിൻ്റെ അതിൽ വരാനും സ്ഥാനത്തിൽ വരാനും കോൺഗ്രസിൽ തന്നെ ആളുകൾ ഇഷ്ടം പോലെ നിൽക്കുകയല്ലേ. അപ്പോൾ അവർ ഇവിടെ കുത്തിയതല്ലേ. അതുകൊണ്ടാണല്ലോ അവരുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ഓഡിയോ സന്ദേശം പോലും മീഡിയയ്ക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ അയച്ച ഓഡിയോ സന്ദേശം പോലും മീഡിയയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ രാഹുലിന് അവിടെ തന്നെ ശത്രുക്കളുണ്ട്. അത് മനസ്സിലാക്കട്ടെ നിങ്ങൾ. അവിടെ തന്നെ ശത്രുക്കളുണ്ട്. രാഹുൽ ആദ്യം അത് മനസ്സിലാക്കുക. അവിടെ തന്നെ മെയിൻ ശത്രുക്കളുണ്ട്. അപ്പോൾ അതാദ്യം കണ്ടുപിടിച്ചിട്ട് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. മാറ്റി നിർത്താനല്ല പറയാം. ഒന്ന്
ഒന്ന് ശ്രദ്ധിക്കുക, എന്ത് കാര്യത്തിനൊന്ന് ശ്രദ്ധയെടുക്കുക. പിന്നെ അതല്ലാതെ വേറെ ഒന്നുകൂടി വന്നിട്ടുണ്ട് ഓഡിയോ, അത് നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞിട്ട് അത് മാത്രം ജെനുവിനായിട്ട് തോന്നുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ രാഹുൽ ഒരിക്കൽ അബോർട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് ഞാൻ എത്ര കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്ന് കേട്ട് നോക്കിയേ. ഞാനത് ഏൽക്കുകയും ചെയ്യും. ഞാൻ ഏൽക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അങ്ങനെ അത് വളരുന്നേ അത് താൻ അറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ല? തന്തയില്ലാതെ ഒരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതെന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാതെ എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? ഇതിൽ രാഹുൽ ഫസ്റ്റ് പറയുന്നത് ഏറ്റവുമായിട്ട് ഞാൻ ഏൽക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏൽക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഇതാകെ 30 സെക്കൻഡിൻ്റെ ഓഡിയോ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും 30 പ്രാവശ്യം ഇട്ടാൽ ഇത് ഒരുപാട് ഓഡിയോ ഒന്നാകില്ല, ഒരു ഓഡിയോ മാത്രമേ ആവുള്ളൂ. മനസ്സിലായില്ലേ? അതാദ്യം റിപ്പോർട്ടർ ചാനൽ മനസ്സിലാക്കുക. ഇത് ഈ വിട്ട വീഡിയോനെ തന്നെ ഓഡിയോനെ തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നാറ്റിക്കുക. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു നോർമലായിട്ട് വാട്സപ്പിൽ ഒരു ഓഡിയോ നമ്മളൊരാൾക്ക് അയക്കും നോർമലായിട്ട്, എന്നിട്ട് അതിന് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഫോണിൽ പോയി ഓൺ ചെയ്തിട്ട് അതിനെ സ്പീഡാക്കി നോക്കും. നോർമലായി സംസാരിക്കുന്ന കാര്യം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ തോന്നുള്ളൂ. അത് വാട്സപ്പ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചവർക്ക് അറിയാൻ പറ്റും. അതുപോലൊരു സന്ദേശമാണെന്ന് അവർക്ക് അറിയില്ല. പിന്നെ അവരിതിന് മുൻപ് സംസാരിച്ച കാര്യം, ഇതിൻ്റെ ശേഷം സംഭവിച്ച കാര്യം, അബോർട്ട് ചെയ്തോ എന്നുള്ളതോ ഒന്നും പുറത്തു വന്നിട്ടില്ല. അബോർട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. രാഹുൽ ഈ ഒരു ഓഡിയോ വരുന്നുണ്ട്. സംഭവം കഴിഞ്ഞു. ഇത് വേറെ ആരുടെ കയ്യിലും ഇല്ല. റിപ്പോർട്ടർ ചാനലിലേക്ക് കിട്ടി. എല്ലാ റിപ്പോർട്ടർ ചാനലിലേക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. റിപ്പോർട്ടർ ചാനലിനെ കിട്ടുള്ളൂ. കാരണം അത്രയും രാഹുൽ മങ്കോട്ടത്തിനെയും VD സതീശനെയൊക്കെ അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവും റിപ്പോർട്ടർ ചാനലിന്. കാരണം രാഹുൽ മങ്കോട്ടത്തിലേക്ക് തിരിച്ച് ഫയർ ചെയ്യുന്ന ആളായതുകൊണ്ട് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അവരുടെ ഈ ഓഡിയോ ആണ് എല്ലാവരും സ്പ്രെഡ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ ലോകത്ത് മുഴുക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ആർക്ക് കംപ്ലൈൻറ്റും ഇല്ല. അതൊരു സങ്കടം, അതാ രസം. ഒരാൾക്ക് പോലീസ് സ്റ്റേഷൻ FIR ഇടണ്ട, ഒരാൾക്കൊരു കംപ്ലൈൻറ്റ് വേണ്ട, ഒരാൾക്കൊരു കംപ്ലൈൻറ്റ് ഇല്ല. ആകെ ചെയ്യാവുന്നത് മീഡിയയിൽ വരിക, നാറ്റിക്കുക. ഇതിന് നമ്മൾ ഓക്കെ, ഇതിൽ ജെനുവിനുള്ളതുപോലെ തോന്നുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഭയങ്കര ജെനുവിനായിട്ട് ഒരു ഓഡിയോ പോലെ തോന്നുന്നുണ്ട്. ബാക്കി 3 വിശ്വസിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഇവർക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് യുവനടിക്ക് രാഹുൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഫയർ ചെയ്തു, ഫസ്റ്റ് ചാറ്റ് ചെയ്തു, സംസാരിച്ചു, അപ്പോൾ മോശമായിട്ട് ബിഹേവ് ചെയ്തു, മെസ്സേജ് അയച്ചു എന്ന് പറയുമ്പോൾ തിരിച്ച് നന്നായി ഫയർ ചെയ്തു എന്നാണ് ആ യുവനടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും രാഹുൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ 3.5 വർഷം മുൻപ് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ രാഹുൽ ഒന്നും അല്ലാതിരിക്കുകയാണ് അല്ലേ. 3.5 വർഷം മുൻപ് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ 3.5 വർഷം മുമ്പ് കംപ്ലയിൻറ്റ് ചെയ്യാണ്ട് ഇപ്പോൾ എന്ത് നോട്ടിയിട്ടാണ് ഇങ്ങനെ മീഡിയയിൽ വന്ന് പറഞ്ഞത്? രാഹുൽ വളർന്നു, അപ്പോൾ നാറ്റിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇപ്പോൾ രാഷ്ട്രീയം മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ അവന് ഓരോ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണെന്ന് വ്യക്തമാണ്, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് രാഹുൽ ചെയ്തതിന് ന്യായീകരിക്കുകയല്ല നമ്മൾ. തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ പാടില്ലായിരുന്നു, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവർ ഇത്രയും കാലം എവിടെ പോയതായിരുന്നു? ഇതൊക്കെ ചോദ്യം വരുമെന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല. പതിവ്രത ചമഞ്ഞിട്ട് ഞാൻ വേറെ ആളുകൾക്ക് വേണ്ടി വരികയാണ്, അടുത്ത ആളുകൾ കംപ്ലയിൻറ്റ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും പിതൃസ്ഥാനം ഏറ്റെടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കാരണം ഈ ലോകത്ത് നല്ല സ്ത്രീകളുമുണ്ട്, മോശം സ്ത്രീകളുമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ഉമ്മൻചാണ്ടി സാറിന് നേരിട്ടതുപോലെയോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സമൂഹത്തിൽ ഈ ഒരു കുടുംബത്തിനെ മൊത്തം സൈനൈഡ് കൊടുത്ത് കൊന്ന ജോളിയും സ്ത്രീയാണ്, കഷായം ഗ്രീഷ്മയും സ്ത്രീയാണ്. മനസ്സിലായില്ലേ? സരിതയും സ്ത്രീയാണ്. ഇതുപോലുള്ള സ്ത്രീകൾ ഇഷ്ടംപോലെ വനിതാ ജയിലിൽ കിടക്കുന്നുണ്ട്. പ്രസവിച്ച ഉടനെ മക്കളെ കൊല്ലുന്ന സ്ത്രീകളില്ലേ, അപ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും
തൊപ്പിയും ബെൽറ്റും മുറുക്കി ഇറങ്ങുകയല്ല ജനങ്ങൾ ചെയ്യേണ്ടത്. മീഡിയക്കാർക്ക് പിന്നെ പാടിനെ പട്ടിയാക്കുന്ന സ്വഭാവം പണ്ടേ ഉണ്ടല്ലോ. അപ്പോൾ ആ ഓഡിയോയിലൊക്കെ അതിനുശേഷം മീഡിയനെ, റിപ്പോർട്ടർ ചാനലിനെ കുറച്ചൊരു കൊട്ടുകൂട്ടിയപ്പോൾ അപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് ഇതിൻ്റെ ചാറ്റ് ഇവർ ഈ ചാറ്റാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കാം. എന്താ കഴിച്ചേ എന്ന് ചോദിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായിരുന്നു എന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാഹുൽ തിരിച്ച് എന്താ സംഭവം? പെൺകുട്ടി ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. രാഹുലിന്റെ മറുപടി, ഡോക്ടർ ഉണ്ടായാൽ മതി. പെൺകുട്ടി ഗർഭഛിദ്രത്തെക്കുറിച്ചാണ് സംഭാഷണം. ഹെവി ബ്ലീഡിങ്ങും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും. രാഹുലേട്ടൻ എന്ന ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പ്രേക്ഷകർക്ക് കാണാം. രാഹുൽ ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല, അതിനൊക്കെയുള്ള മരുന്നുണ്ട്, പിന്നെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അതിനുശേഷം ചാറ്റ് നേരെ ടെലഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനായി നീ ടെലഗ്രാമിൽ വാ എന്ന് പറയുന്നു. പെൺകുട്ടിയുടെ മറുപടി, കഴിക്കുമ്പോൾ എല്ലാം പരിശോധിച്ചിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഈ കാര്യം അവരോട് സംസാരിച്ചു. അവളുടെ സുഹൃത്ത് ഒരു ഡോക്ടറിനെ ഞാൻ ആദ്യം വിളിച്ചു, അവർ കുറെ വഴക്ക് പറഞ്ഞു. ഇതാണ് ആ പെൺകുട്ടി പറയുന്നത്. അതിനുശേഷം പെൺകുട്ടിയുടെ സംഭാഷണം തുടരുകയാണ്. അവൾ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. ഇങ്ങനെയാണ് ഈ ചാറ്റ് മുന്നോട്ട് പോകുന്നത്. ഈ ചാറ്റിന്റെ വിവരങ്ങൾ, ആ സ്ക്രീൻഷോട്ടുകളടക്കം നമ്മൾ പുറത്തുവിടുകയാണ്. ഈ രാഹുലേട്ടൻ എന്ന ആൾ എന്താണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത്? ആ ആളുടെ ചിത്രമടക്കം ആ ചാറ്റിൽ നമുക്ക് കാണാം. ഞാനൊരു വേസ്റ്റ് ആണ് എന്നൊക്കെ ആ പെൺകുട്ടിക്ക് രാഹുലിനോട് പറയേണ്ടി വരുന്നു. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ പോയിട്ടില്ല എന്നും ഈ പെൺകുട്ടി പറയുകയാണ്. എന്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു എന്ന് ആ പെൺകുട്ടി പറയുകയാണ്. നീ വന്ന് എന്നെ കാണ് എന്ന് രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു. നിനക്ക് താങ്ങായി ഞാൻ ഇവിടെയുണ്ട്. ആ ഷോൾഡർ ഇപ്പോൾ എവിടെ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഷോൾഡർ എന്ന വാക്കാണ് രാഹുൽ ഈ ചാറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പെൺകുട്ടി അതിന് ഒരു ഇമോജിയാണ് മറുപടിയായി അയക്കുന്നത്. തിരിച്ച് വീണ്ടും രാഹുൽ ചോദിക്കുന്നു എന്താ? പെൺകുട്ടി പറയുന്നു ഒന്നുമില്ല. വീണ്ടും പറയൂ എന്ന് രാഹുൽ ആവശ്യപ്പെടുകയാണ്. ഈ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ്. കാരണം ആ ഓഡിയോ ക്ലിപ്പ് അതടക്കം നിഷേധിക്കുന്ന ഒരു രാഹുലിനെ കാണുമ്പോൾ ഇതൊക്കെ പുറത്തുവിടാതിരിക്കുന്നത് എങ്ങനെയാണ്? എന്റെ തലയിലിട്ടിട്ട് ഒഴിഞ്ഞു മാറുകയാണോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഒരുപാട് മാറ്റം, പരിഹാരം നിങ്ങൾ തന്നെ പറയൂ. ആ പെൺകുട്ടി രാഹുലിനോട് ആവശ്യപ്പെടുകയാണ്. കയറി ചെന്ന ഉടൻ മരുന്ന് തന്നുവിടില്ല ഡോക്ടർമാർ. ഗൂഗിൾ ചെയ്യൂ, രീതികൾ എന്താണ് എന്നെങ്കിലും നോക്കൂ എന്നൊക്കെ ആ പെൺകുട്ടി ആവശ്യപ്പെടുകയാണ് രാഹുലിനോട്. അതും ചാറ്റ് ടെലിഗ്രാമിലാണ്. ഞാൻ ആരോടാടോ പറഞ്ഞേ, എത്ര നാൾ ഇത് മൂടി വെച്ച് നടക്കും ഞാൻ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുകയാണ്. നിനക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ടോ? എനിക്ക് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടി. അതേസമയം തന്നെ എന്റെ വയറ്റിലുള്ള ജീവനോടുള്ള ഇഷ്ടവും. തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല. രണ്ടിനുമിടയിൽ വീർപ്പുമുട്ടുന്ന ഞാൻ. ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ഈ ചാറ്റിൽ വ്യക്തമാണ്. ഈ ചാറ്റുകളൊന്നും പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുമ്പോൾ നമ്മൾ ഇത് പുറത്തുവിടാതിരിക്കുന്നത് എങ്ങനെയാണ്? നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുകയാണ്. ടെലഗ്രാമിലുള്ള ചാറ്റാണ്. ഞാൻ ഒഴിവാകുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് കൃത്യമായി പറയുന്നു. ഇതിൽ എങ്ങനെ ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ? എനിക്കും നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ല എന്ന് ആ പെൺകുട്ടി മറുപടി പറയുകയാണ്. 3 ദിവസമായിട്ട് ഇതിനെപ്പറ്റി നിനക്ക് ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ്. കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട് എന്ന് ആ പെൺകുട്ടി മറുപടി പറയുന്നു. ആ കുട്ടി സത്യസന്ധമായിട്ടാണ് ഇയാളെ വിശ്വസിച്ചത് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് കൊണ്ടല്ലേ എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ്. ആ പെൺകുട്ടിയുടെ മറുപടി, ഞാനൊരു സ്ത്രീയാണ്. അപ്പോൾ രാഹുൽ തിരിച്ചു പറയുകയാണ്, അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കൂ ബൈ എന്ന് പറയുകയാണ് രാഹുൽ. എങ്ങനെ? നീയാണ് ഉത്തരവാദി, എന്നെ പോലെ തന്നെ എന്ന് ആ പെൺകുട്ടി രാഹുലിനോട് പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി, എനിക്ക് ഇതല്ല പണി. അപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു, എനിക്ക് ഇതാണോ പണി എന്ന് ചോദിക്കുകയാണ്. ടെലിഗ്രാം അപ്പോൾ ഇത് നമ്മൾക്ക് അംഗീകരിക്കാം. സത്യമാണെങ്കിൽ രാഹുൽ ചെയ്തത് ഒന്നാന്തരം ചെറ്റത്തരം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത് സത്യമാണെങ്കിൽ, ഇത് സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി പുറത്ത് വരേണ്ടതായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ പുറത്ത് വരേണ്ടത്. പെൺകുട്ടികളൊക്കെ എന്തിന് ഇത്ര പേടിക്കുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ തെളിവ് സഹിതം പിടിക്കേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പുറത്ത് വരാം, ആ പെൺകുട്ടിക്ക് പുറത്ത് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ നാറില്ല, ഈ നാറ്റം നാറിയിട്ടുണ്ടാവില്ല. രാഹുൽ ചെയ്ത് ഒന്നാന്തരം ചെറ്റത്തരവും തെണ്ടിത്തരവും എന്ന് ഇതിൽ ഉറപ്പാണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല, അല്ലാത്ത ഓഡിയോ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ബാക്കി 3 ജെനുവനായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും ഇത് ചെയ്തത് രാഹുൽ
വളരെ മോശം പറഞ്ഞാൽ വളരെ മോശം ചെറ്റത്തരം തെണ്ടിത്തരം ഊമ്പത്തരം എന്താ അതിന് പറയാനുള്ളത്, അത്രയും പറയണം. കാരണം പിന്നെ ഈ പെൺകുട്ടീൻ്റെ മിസ്റ്റേക്ക്, പെൺകുട്ടികൾ ഇങ്ങനെ ഒരാൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് വളവളന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പിന്നെ പുറകിൽ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾ മീഡിയയിലൂടെയാണ് വന്നത്, അല്ലാണ്ട് അടിത്തട്ടിൽ നിന്ന് പണിയെടുത്ത് വന്ന ആളൊന്നുമല്ല. മീഡിയയിലൂടെ ഈ ബൈറ്റ് നടത്തിയതിലൂടെ ഇങ്ങനെയെല്ലാം TV ചാനലിലൂടെ വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ ആളൊരു സ്റ്റാറായെന്ന് തോന്നുകയാണ്, സിനിമാ സ്റ്റാറിൻ്റെ ഒരു പ്രതീതിയാണ് ആൾക്ക്. അതുകൊണ്ടാണ് രാഹുലിന് ഞാനൊരു സ്റ്റാറാണ്, എൻ്റെ മേലെ ഫാൻസാണ് എന്നുകൊണ്ട് രാഹുൽ ഈ തെണ്ടിത്തരും തമ്മാടിത്തരവൊക്കെ കാണിച്ചത്. ഇത് സത്യമാണെങ്കിലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. സത്യമാണെങ്കിൽ, സത്യമല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുന്നു. പക്ഷേ സത്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ അഞ്ചാമത്തെ ഒരു പെൺകുട്ടി വീണ്ടും വന്നിട്ടുണ്ട് ഇന്നലെ. അതിൻ്റെ ഓഡിയോ ഇന്ന് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ വയ്ക്കുന്നില്ല. അല്ലാത്ത ചെറിയൊരു ഓഡിയോ വയ്ക്കാം, അതൊന്ന് കേട്ട് നോക്കൂ. എൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് ആകെ കോൺഗ്രസ്സുകാരനെ ഇഷ്ടമല്ല, അതിലേക്ക് ആകെ ഇഷ്ടമുള്ള ആൾ ഷാഫി പറമ്പിലാണ്. ആ ഷാഫിൻ്റെ പിൻഗാമിയല്ലേ താൻ എന്ന് പറഞ്ഞിട്ട് തന്നെ നഷ്ടപ്പെട്ടെ. അത് ഇതൊക്കെ സത്യമാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ ഇതൊക്കെ പെൺകുട്ടികൾക്ക് നേരത്തെ വരാമായിരുന്നു. ഒരു പെൺകുട്ടി വന്നിരുന്നെങ്കിൽ ഇത്രയും പേർക്ക് ഇത് ബാധിക്കില്ലായിരുന്നു. അത് വന്നില്ല, അതാണ് മിസ്റ്റേക്ക്. 2023 കാലഘട്ടത്തിലാണ് പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. പുള്ളി എൻ്റെ അടുത്ത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ വഴി മെസ്സേജ് അയക്കുകയായിരുന്നു. അതിനുശേഷം എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് പുള്ളി എനിക്ക് ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാം. അതും പുള്ളി ഒരു ടൈമർ സെറ്റ് ചെയ്യും എല്ലാത്തിനകത്തും, 10, 15 അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഡിസപ്പിയർ ആയി പോകുന്ന മെസ്സേജ്. അങ്ങനെയായിരുന്നു പുള്ളി മെസ്സേജ്. അതിന് 3 എന്താ പറയുന്നത് ചാറ്റ് പേജുകളുണ്ടായിരുന്നു. 3 ഇത്. ഇപ്പൊ 10 ആണെങ്കിൽ 10 15 അല്ലെന്നുണ്ടെങ്കിൽ 1 ഡേ കഴിയുമ്പം അയക്കണം. അങ്ങനെയായിരുന്നു എല്ലാ ദിവസവും. ഇങ്ങനെ ആദ്യമൊക്കെ മെസ്സേജ് അയക്കായിരുന്നു. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് എനിക്ക് നിന്നെ കണ്ടു മുതലേ ഇഷ്ടമായിരുന്നു അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് അടുത്ത ഓഡിയോ വന്നത്. ഇതിൽ ജെന്യുവനായിട്ടൊന്നും തോന്നുന്നില്ല, കാരണം ഇതിൻ്റെ ഓഡിയോ ഒരുപാട് ഫുള്ളായി ഞാൻ കേട്ടതിൽ. ആദ്യം ആ കുട്ടിയെ പരിചയപ്പെട്ട്, അങ്ങോട്ട് കേരളത്തിന് പുറത്തുള്ള പെൺകുട്ടിയാണ്, അങ്ങോട്ട് കയറി പരിചയപ്പെട്ടു, സംസാരിച്ചു, കണ്ട ദിവസം തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗർഭിണിയായ ശേഷം മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചു, മരുന്ന് കൊടുത്തു. മരുന്ന് കഴിച്ചിട്ട് വീണ്ടും ഹോട്ടലിലേക്ക് വിളിച്ചു. മരുന്ന് കൊടുത്തിട്ട് ഒരാൾ അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഹോട്ടലിലേക്ക് വിളിച്ചാൽ പോകും ആരെങ്കിലും? ഇതൊക്കെയാണ് ആ ഓഡിയോയിൽ, വേറെ ഇന്നലെ വന്ന ഓഡിയോയിൽ ഒരുപാട് കേട്ടിരിക്കുന്നത്. ആ കുട്ടിയൊക്കെ പരിചയപ്പെട്ടു, സംസാരിച്ചു, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു, അവരോട് സംസാരിച്ചു, അവരോട് ചാറ്റിങ് എല്ലാം കഴിഞ്ഞു, നല്ല നേരിട്ട് കണ്ടപ്പോൾ ആ ദിവസം തന്നെ ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് കൊണ്ട് നേരെ അബോർഷൻ ചെയ്ത് മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചിട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു, പീഡിപ്പിച്ചു. പിന്നെയും ഹോട്ടലിലേക്ക് വിളിച്ചു, പീഡിപ്പിച്ചു. ഇതെന്താ വേറെ എന്തെങ്കിലും ആണോ? ഒരിക്കൽ ഒരാൾ ചതിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും പോവുമോ? അപ്പോൾ ചില പെൺകുട്ടികൾ ഇതിന് പറയുന്ന കാരണം പറയുന്നത് അയാൾക്ക് അതിനുള്ള കഴിവുണ്ട്, അയാൾക്ക് നമ്മളെ കിട്ടും, നമ്മളെ കല്യാണം കഴിക്കും എന്നൊരു തോന്നൽ വരുത്തുകയാണ് അയാൾ. അങ്ങനെയാണ് അയാളുടെ കഴിവ്. അതുകൊണ്ടാണ് നമ്മൾ ആ വഴിയിൽ വീഴുന്നതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബോധമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ബോധമില്ലേ? നിങ്ങളൊക്കെ പഠിച്ച പെൺകുട്ടികളല്ലേ? ഈ സിനിമാ സ്റ്റാറുകളാണെങ്കിലും വേടനെ പോലുള്ള പാട്ടുകാരാണെങ്കിലും ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും ഇവരുടെ യഥാർത്ഥ ജീവിതം ഇതാണ് എന്ന് ചിന്തിച്ച് നടക്കുന്ന പെൺകുട്ടികളായി നിങ്ങൾ എത്ര മണ്ടികളാണ്? എനിക്കതാണ് അറിയാത്തത്. നിങ്ങളൊക്കെ എന്തിനാ വീട്ടുകാർ ചേർത്ത് പഠിപ്പിക്കുന്നു എന്ന് എനിക്കറിയുന്നില്ല. ഇവരുടെ ഇതാണ് ലൈഫ് എന്ന് ചിന്തിക്കും. ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആളായിരിക്കില്ല വീട്ടിനകത്തോട്ട്, അല്ലേ? അതാണ് എല്ലാ മനുഷ്യന്മാരും. അങ്ങനെ ജെന്യുവിൻ ആയിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ. നമ്മൾ പുറത്തും വീട്ടിനകത്തും ഒരേ ബിഹേവ് ചെയ്യുന്ന കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നമ്മളൊരാളിനെ കണ്ട് ചിരിച്ച് സംസാരിച്ച് മര്യാദ കാണിക്കും. അവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണം, അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോകണം. അതൊന്നും അറിയാതെ ഒരാൾ ഇരിച്ച് കാണിച്ചു, അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ അവന് ഭയങ്കര പ്രതാപവും അല്ലെങ്കിൽ പണവും അല്ലെങ്കിൽ അവൻ്റെ
സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും എല്ലാം കൂടി കണ്ടുകൊണ്ട് അങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ബോധം പറഞ്ഞ സാധനം ഉണ്ടാകും. പെൺകുട്ടികളാണ് ഈ ചോദിക്കുന്നത്, ബോധമില്ലേ നിങ്ങൾക്കൊന്നും? അപ്പോൾ ഇനിയെങ്കിലും ഒരാൾ ഇതിൽ പോയി പെടാതിരിക്കുക. ഇതുപോലെയുള്ള ആളുകൾ ഈ രാഹുൽ മങ്കോട്ടത്തിൽ വരുമെന്നല്ല പറയുന്നത്, പക്ഷേ ഇതുപോലെയുള്ള ആളുകൾ വരുമ്പോൾ നിങ്ങൾ പെൺകുട്ടികൾ ജാഗ്രത പാലിക്കുക. അതിപ്പോൾ എത്ര അടുപ്പമുള്ളവരാണെങ്കിലും ശരി, അത് എങ്ങനെ അവർ സംസാരിച്ചാലും ശരി, അവരുടെ ഉള്ളിൽ ചിലപ്പോൾ വല്ല മൃഗങ്ങളോ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. പെൺകുട്ടികളെ വലയിലാക്കാൻ പലതും സംസാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അതെനിക്കറിയാം. മനസ്സിലായില്ലേ? ആ പെൺകുട്ടികൾക്ക് ആ വ്യക്തിന് നല്ല വിശ്വാസമായിരിക്കും, പക്ഷേ ഒരവസരം കിട്ടുമ്പോൾ അവൻ പുറത്ത് വരും. അത് മനസ്സിലാക്കിയിട്ട് പെൺകുട്ടികൾ ഇനിയെങ്കിലും ജീവിച്ചാൽ നിങ്ങൾ പെൺകുട്ടികൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ മീഡിയയിൽ വന്നിട്ട് കരയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാനിൽ കഴുത്ത് തൂങ്ങി ചാവാം. അതേ ഉണ്ടാവുള്ളൂ. അതങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും മുന്നോട്ട് പോവുക. എന്തായാലും എൻ്റെ മനസ്സിൽ ഇതൊന്നും രാഹുൽ മങ്കോട്ടത്തിൽ ചെയ്തതാവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ആൾ നല്ലൊരു നേതാവാണ്, എന്തിനും എതിർത്ത് സംസാരിക്കുന്നത് നല്ലൊരു നേതാവാണ്. പക്ഷേ ഈ പഞ്ചാരക്കുഞ്ചി ആയിക്കൊണ്ട് നടന്നാൽ അത് പിന്നെ പാലക്കാട് നിന്ന് തല്ലി പൊട്ടിക്കും, അത് വേറെ വശം. ഷാഫിക്കിൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞാൽ ഷാഫിക്കിനെ പോലെ ആയിരിക്കണം. ഷാഫിക്ക് ഇത്രയും വർഷമായിട്ട് 15 വർഷമായിട്ട് അവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഞാൻ കേട്ടിട്ടില്ല. ഇതുപോലുള്ള മിസ്റ്റേക്ക് കെട്ടിപ്പിടിച്ച് കരയണം ഓരോ പെൺകുട്ടികളും പെണ്ണുങ്ങളും അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഷാഫിക്കിനെ. ജാതി മതഭേദമന്യേ ഷാഫിക്കിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ്. ഷാഫിക്ക് അവിടെ നിന്ന് പോകുമ്പോൾ, വടകരയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ പോകുന്ന പോലെയാണ് ഷാഫിക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ അതേപോലെ അത്രയും നല്ല, അതിനേക്കാളും നല്ല പേരാണ് താൻ മേടിക്കേണ്ടതായിരുന്നു പാലക്കാട് നിന്നിട്ട്. അതൊന്നും ഞാൻ ചെയ്തില്ല, എല്ലാം കളഞ്ഞു കുടിച്ചു. പിന്നെ രാഹുൽ മങ്കോട്ടത്തിൽ രാജിവെക്കണം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ആദ്യം പോയിട്ട് നിങ്ങളുടെ മന്ത്രിമാരെയും നിങ്ങളുടെ MLA-മാരെയൊക്കെ രാജിവെപ്പിക്കും. അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ കേരളത്തിൽ ആർക്കും ഭരിക്കാൻ പറ്റില്ലല്ലോ. നാളെ മുതൽ ഓരോ പെണ്ണും ഇറങ്ങും വിവാദമായിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരാൾ ഇവിടെ ഭരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ രാജിവെക്കണം എന്ന് മുറവിളി കൂട്ടണ്ട. അങ്ങനെ മുറവിളി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഭരിക്കാൻ പറ്റില്ല. മനസ്സിലാകണ്ട, ഒരാൾക്കും ഭരിക്കാൻ പറ്റില്ല. എല്ലാവരും ഇത് തന്നെ അവസ്ഥ. മുകേഷ് എന്താണ് അവസ്ഥ? പിന്നെ നിങ്ങളവിടെ BJP-യിൽ ഒരു മന്ത്രിയുണ്ട്, പോക്സോ കേസിലടക്കം പ്രതികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് രാജിവെക്കുക എന്ന് പറയരുത്. രാജിവെക്കില്ലേ ഇപ്പോൾ? പിന്നെ നിങ്ങൾ ഈ കളിക്കുന്ന കളികളെല്ലാം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാകണം. കോൺഗ്രസ്സുകാർ ആദ്യം ഈ തമ്മിത്തല്ല് ഒഴിവാക്കുക. നിങ്ങൾ ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാറ് ഭരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സീറ്റ് എത്രയാണെന്ന് അറിയാമോ? വെറും 140 സീറ്റിൽ വെറും 71 സീറ്റിലാണ് നിങ്ങൾ ഭരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് കിട്ടാൻ നിങ്ങൾക്ക് ഇനി ഡൗട്ടാണ്. അതേ ഇപ്രാവശ്യം കിട്ടുമെന്ന് അറിയില്ല. 30-35 സീറ്റ് കൺഫേമാണ് LDF എപ്പോഴും. ആ കൺഫേം സീറ്റ് കഴിഞ്ഞാൽ ബാക്കി 10, 100, 105 സീറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് 71 കിട്ടേണ്ടത്. അത് കിട്ടുമോയെന്ന് ആദ്യം നോക്ക്, എന്നിട്ട് ഈ തമ്മിത്തല്ല് ഒഴിവാക്കുക. അതിനാദ്യം ശ്രമിക്കുക. നന്നായി വേർക്കണം ഭരണം ഈ പ്രാവശ്യം കിട്ടണമെങ്കിൽ. ആദ്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, എന്നിട്ട് നിയമസഭാ ഇലക്ഷന് നല്ല പണിയെടുക്കണം. അല്ലാതെ തമ്മിൽ ഞാൻ മുഖ്യമന്ത്രിയാവും, നീ മുഖ്യമന്ത്രിയാവും, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാവും, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകും എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിലുള്ള വാട്സപ്പ് മെസ്സേജ് ഓഡിയോ എങ്ങനെയാണ് മീഡിയക്കാർക്ക് കിട്ടിയത്? അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് തല്ലല്ലേ, അടിച്ച് പിരിയല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ രാഷ്ട്രീയം അങ്ങനെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയൊന്ന് ഇറങ്ങും. അല്ലാതെ ഇനി വീണ്ടും 3ാം പിണറായി സർക്കാരിന് വേണ്ടി നിങ്ങൾ വളം വെച്ച് കൊടുക്കല്ലേ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ വർഷവും കൂടി പിണറായി സർക്കാർ വന്നാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന്, കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കേരളത്തിലടക്കം കോൺഗ്രസ് ഇല്ലാതായി പോകും. ഒരുപാട് പേര് BJP-യിലേക്കും CPM-ലേക്കും മാറിപ്പോകും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നല്ല കളി കളിച്ചിട്ട് നന്നായിട്ട് ജയിച്ചിട്ട് വർഷം ഭരണം പിടിക്കാൻ നോക്കുക. അല്ലാതെ പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. പിന്നെ എവിടെയും ജയിച്ചത് വേറൊന്നും കൊണ്ടല്ല. എവിടെയും ജയിച്ചിരിക്കണം, പുതുപ്പള്ളിയിലും പാലക്കാടൊക്കെ ജയിച്ചത് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിലാണ് ജയിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവർ CPM-ലേക്ക് തിരിച്ചു പോയതാണെങ്കിൽ നിങ്ങൾ തോറ്റിട്ടുണ്ടാവും, അവിടെ ഒന്നുമല്ലാതായിട്ടുണ്ടാവും. അൻവർ തന്നെ എത്ര വോട്ടാണ് പിടിച്ചിരിക്കുന്നത്? സ്വരാജിന് വോട്ട് കിട്ടി, അത് രണ്ടും കൂടി കണക്കാക്കിയ CPM-ന് വോട്ട് എത്രയായി?
അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് ജയിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ബൈ ഇലക്ഷനൊക്കെ ജയിച്ച കാര്യം കണക്കാക്കിയിട്ട് നിങ്ങൾ നിൽക്കരുത്. ബൈ ഇലക്ഷന് പാലക്കാട് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് കൃഷ്ണകുമാറിനെ നിർത്തിയത് കൊണ്ട് ഒരുപാട് പേർക്ക് എതിർപ്പുള്ളത് കൊണ്ട് വോട്ട് ചെയ്യാൻ പോകാത്തത് കൊണ്ടാണ്. BJPൻ്റെ വോട്ട് കുറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് അധികം വോട്ട് കയറിയിട്ടൊന്നുമില്ല. BJPയുടെ വോട്ട് കുറഞ്ഞു, അതായത് വോട്ട് ചെയ്യാൻ ആളുകൾ പോയിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അവർ നിങ്ങളുടെ കൂടെ നിന്നല്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നല്ല കളി കളിച്ചിട്ട് അടുത്ത വർഷം ഭരണത്തിൽ വരാൻ നോക്കുക. അല്ലാതെ തമ്മിലടിച്ചിട്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇല്ലാതാക്കാൻ നോക്കരുത്. കോൺഗ്രസ് വേണം ഇവിടെ, മനസ്സിലായി, നല്ലൊരു പ്രതിപക്ഷമായിട്ടെങ്കിലും വേണം. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഞങ്ങൾ സിമ്പിളായി ജയിക്കും. ഞങ്ങൾ VD സതീശൻ മുഖ്യമന്ത്രിയാകും, K സുധാകരൻ മുഖ്യമന്ത്രിയാകും, രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രിയാകും, അതുകൊണ്ട് അവനെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള തന്നെ കളി കളിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഇഷ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.